അറിയുന്നതായിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയത്. അതിനുപരി ഞാനിവിടെ കണ്ടൊരു ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് എല്ലാവരും. ഒരു ഈ ഒരു വൈബ്രന്റ് ആയിട്ട് എല്ലാവരും നിൽക്കുന്നത്, ഓരോ കാര്യങ്ങളും ഭയങ്കര ആചാരത്തോടു കൂടിയാണ്. ഓരോരുത്തരും ക്ലാപ്പ് ചെയ്യുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും അത് ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾ വരെ എല്ലാവരും ഒരേ ആവേശത്തോടു കൂടി ഒരേ എനർജിയോടു കൂടിയാണ് കൈയടിക്കുന്നത്, ബഹളം വയ്ക്കുന്നത്, സംസാരിക്കുന്നത്. എന്നാ ഒരു പുഞ്ചിരി ഉണ്ട് എല്ലാവരുടെ മുഖത്തും. ഈ പുഞ്ചിരി എല്ലാ സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ ആയുസ് തീരുവോളം എല്ലാവരുടെ മുഖത്തും ഈ ഒരു പുഞ്ചിരി ഉണ്ടാവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഈ പേര് തന്നെ ഭയങ്കര കാച്ചിങ് ആണ്. കാരണം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള പേര്, സിനിമയുടെ പേര് എല്ലാവർക്കും അറിയില്ല, പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ അഭിനയിച്ചൊരു സിനിമയാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ആ സിനിമയോട് ഒരു പ്രത്യേക പ്രണയം ഉണ്ടാവും. അതുപോലെ തന്നെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രണയം തോന്നുന്ന മറ്റൊരു കാര്യം, ഒരു സ്ത്രീക്ക് പുരുഷനോടോ പുരുഷന് സ്ത്രീയോടോ തോന്നുന്ന പ്രണയത്തെക്കാൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ജീവിക്കാൻ പൈസ വേണം, അല്ലേ? പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. സ്നേഹം, പ്രണയം, എല്ലാ ഇമോഷൻസും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ ജീവിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും മുന്നോട്ട് വന്നിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇതിനു വേണ്ടി ഇടുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരാണ്. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ വലിയ വിജയമായി മാറട്ടെ. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം, അതായത് രണ്ടാമത്തെ കോളേജിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. അത് ഞാൻ ഔദ്യോഗികമായിട്ട് എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പം ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ എന്തായാലും നല്ലൊരു പാട്ട് പാടിയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. പാട്ട് പാടി കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല, അങ്ങനെ വലിയ ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാകാൻ പാടില്ലട്ടോ.